നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 97ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവ്, കവി, നാടകകൃത്ത്, അങ്ങനെ നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്മഭൂഷൺ ശ്രീ കവാലം നാരായണ പണിക്കരെ കുറിച്ചിട്ടാണ് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. 1986 90 ആ കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നത്. സിനിമയുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ഒരു ചെറിയൊരു ചലച്ചിത്രം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. പ്രശസ്ത നോവലിസ്റ്റായിരുന്ന ബാലകൃഷ്ണൻ മങ്ങാടിൻ്റെ സൃഷ്ടിയെ ബേസ് ചെയ്ത് എൻ്റെ സുഹൃത്തും സംവിധായകനുമായ ശ്രീ വേണുകുമാറും ഞാനും അങ്ങനെ ഒരു ടീം സിനിമയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നൊക്കെ അവസരത്തിലാണ് ശ്രീ കവാലത്തിനെ കൊണ്ട് ഇതിലെ ഗാനങ്ങൾ എഴുതിക്കാം എന്നുള്ള മോഹവുമായി വെള്ളയമ്പലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ എളിമയും വളരെ സ്നേഹത്തോടും കൂടിയുള്ള പെരുമാറ്റം, അത് കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം കുട്ടനാട് എൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട്. മിത്രക്കരി എന്ന സ്ഥലത്ത് അവിടെ ഒരു നാഗവള്ളി ആർഎസ് കുറുപ്പും നാഗവള്ളി കുടുംബവും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ഗുണവും മനുഷ്യരുടെ നന്മയും മനുഷ്യരുടെ സ്നേഹവും ഒന്ന് വ്യത്യസ്തം തന്നെയാണ്. മറ്റുള്ളവർ മോശക്കാരെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. സ്നേഹവും വിനയവും ഏറും അവരുടെ പെരുമാറ്റ ശൈലിയിൽ. അങ്ങനത്തെ ആദ്യത്തെ തവണ കണ്ട് സംസാരിച്ചു. കാശിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ചിത്രത്തെക്കുറിച്ചിട്ടോ ഒന്നും കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ എഴുതിത്തരാം എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞു. എന്തായാലും ആ പ്രോജക്റ്റ് നടന്നില്ല. ഇതിലെ ഒരുപാട് എപ്പിസോഡുകളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയുന്നു, നടക്കുന്നില്ല. അതൊക്കെ ഒരു നിമിത്തമാണ്. അല്ല, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഈ ഒരു ആവശ്യമുന്നയിച്ചുകൊണ്ടാണ്. അതിനുശേഷം 89 എൻ്റെ വിവാഹത്തലേന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രശസ്ത ഗായകനുമായ കവാലം ശ്രീകുമാറും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. രാത്രി ഏറെ നേരം ഞങ്ങളുടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനായ കവാലം ശ്രീകുമാർ എൻ്റെ രാഗവർണ്ണമിയെ എന്ന ആൽബത്തിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. മകനെക്കാട്ടിലും കൂടുതൽ ബന്ധം കവാലം സാറുമായിട്ടായിരുന്നു. നെടുമുടിയും സംഘവുമൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരെങ്കിലും അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനായ നന്ദു, ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ സെറ്റിൽഡാണ്, അദ്ദേഹവും ആ നാടകക്കളരിയിൽ അഭിനയിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പലതവണ കാണുകയും സംസാരിക്കുകയും നാടകത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തോട് ചാൻസ് വേണം, ചാൻസ് വാങ്ങിത്തരണം എന്നൊന്നും പറഞ്ഞ് ഞാൻ ചെന്നിട്ടില്ല. തമാശയ്ക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ കച്ചേരി അഭേദാനന്ദ ആശ്രമത്തിൽ നടക്കുമ്പോൾ ഇദ്ദേഹവും വേറെ 2-3 പേരും കൂടെ ചേർന്ന് സംസാരിക്കുകയാണ്. അന്നാണ് വളരെ വിശദമായി അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. ഞാൻ അഭേദാനന്ദ ആശ്രമത്തിൽ തൊഴുതിറങ്ങുമ്പോൾ അദ്ദേഹം വേറെ 2-3 പേരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സാർ. ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്ന് മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് നടന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇപ്പോൾ കവിതകളൊന്നും എഴുതാറില്ലേ, അന്ന് അയച്ചെന്ന
പുസ്തകങ്ങളൊക്കെ എനിക്ക് കിട്ടി. നന്ദു അമേരിക്കയിൽ നിന്ന് വന്നു. അവൻ എൻ്റെ നാടക കളരിയിലുണ്ടായിരുന്നു കുറേ കാലം. നല്ല കഴിവുള്ള ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ നിങ്ങൾ ഏതോ ഒരു സിനിമ ചെയ്യുന്ന കാര്യവും എന്നോട് 2-3 ഗാനങ്ങൾ ഇടുന്ന കാര്യമൊക്കെ ഒരിക്കൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, വന്നു സാർ. അന്ന് ആ പ്രോജക്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും പരിശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. തുടങ്ങുമ്പോൾ എന്നെയും അറിയിക്കണം കേട്ടോ. ശരി സാർ, തീർച്ചയായിട്ടും അറിയിക്കാം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എഴുത്തും സാഹിത്യവും കഥയും കവിതയൊക്കെ എഴുതി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എത്ര പരിശ്രമിച്ചിട്ടും സിനിമയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? പരിശ്രമം മാത്രമല്ലല്ലോ വേണ്ടത്, അതിന് നല്ലൊരു നിർമ്മാതാവ് വേണം. പിന്നെ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ശരിയായി വരണ്ടേ സാർ? അത് ശരിയാണ്. ഒന്ന് ചിന്തിച്ച് ഒന്ന് ചിരിച്ച് എൻ്റെ തോളിൽ തട്ടിയിട്ട്, നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ വെറുതെയെങ്കിലും ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറിന് ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിക്കട്ടെ? അപ്പോൾ ഒന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ ഗുരുവായൂരപ്പ ചോദിച്ചോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, എനിക്കങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടാവാറില്ല. ജീവിതത്തിൻ്റെ ഒരുപാട് അസന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിൽ, പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിൽ ഞാൻ അതിനെ നേരിട്ടതൊക്കെ പുഞ്ചിരി കൊണ്ടാണ്. എൻ്റെ എഴുത്തും എൻ്റെ സൃഷ്ടികളും എല്ലാം അങ്ങനെയാണ്. ഇഷ്ടപ്പെടാത്തതെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ചോദിക്കൂ, ഞാൻ അതിനുള്ള മറുപടി പറയാം. ഞാൻ പറഞ്ഞു, പത്മഭൂഷൺ എന്ന ബഹുമതി ഭാരത സർക്കാർ നൽകിയപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നി? അങ്ങേക്ക് എൻ്റെ ഭാഷയിൽ, നാടൻ ഭാഷയിൽ ചോദിച്ചു, കുറച്ച് ഗർവൊക്കെ വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ കുറുക്കിൽ ഒരൊറ്റ അടി. അതിനൊരു മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നീ കുട്ടനാടൊക്കെ വന്നിട്ടുണ്ടോ? ഞമ്മളുണ്ടല്ലോ. എൻ്റെ ഒരു ബന്ധു കുട്ടനാടുണ്ട്, മിത്രക്കരിയിലാണ്. ഞങ്ങൾ വള്ളത്തിലൊക്കെയാണ് ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ ഇവിടത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് വെള്ളം പിടിച്ച് ഒരു 4-5 മണിക്കൂർ തുഴഞ്ഞാണ് ആ വീട്ടിൽ ചെല്ലുക. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം 2 പേരുണ്ട്. അതിലൊരാൾ ശീലാപതി എന്ന് പറഞ്ഞിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാധാകൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട്, വേറൊരു സഹോദരി കുടുംബവും അവർ അമേരിക്കയിൽ സെറ്റിൽഡാണ്, ടെക്സാസിൽ എന്നൊക്കെ പറഞ്ഞു. അവിടെ വരുമ്പോഴൊക്കെ 2 ദിവസം താമസിച്ചിട്ടാണ് പോകുന്നത്. എന്താ നിനക്ക് അവിടുത്തെ പ്രത്യേകത തോന്നിയത്? ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഒരു വെളിപ്പാട് അകലെ വീടുകളൊക്കെ വളരെ കുറവ്. ഇങ്ങനെ നെൽകൃഷി, നെൽപ്പാടങ്ങൾ, കാറ്റടിച്ച നെൽകൃഷി, പച്ച നെല്ലോലകൾ ഇങ്ങനെ കാറ്റത്ത് ഇളകി ആടുമ്പോൾ ഉണ്ടാകുന്നൊരു സൗന്ദര്യം, അത് അവാച്യമാണ്. പിന്നെ ബോട്ടുകളുടെ യാത്രയും മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലാതെ പ്രകൃതി രമണീയമായ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമാന്തരീക്ഷമാണ് എനിക്കെപ്പോഴും ഉടലെടുത്തിട്ടുള്ളത്. എത്ര തവണ നീ അവിടെ ചെന്ന് കാണും? അത് എണ്ണിയാൽ തീരില്ല. ഒരുപാട് തവണ ഞാൻ അവിടെ പോയിട്ടിട്ട് അവിടെ ചെന്ന് 1-2 ദിവസം താമസിച്ചിട്ടാണ് വരാറ്. സാറെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയല്ലല്ലോ അത്. അപ്പോൾ പറഞ്ഞു, ഈ കൃഷി ചെയ്തിരിക്കുന്ന ഇതിൽ എത്രത്തോളം നെല്ല് ലഭിക്കും, എത്രത്തോളം നെല്ല് ലഭിക്കില്ല എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. നെല്ലിനോടൊപ്പം തന്നെ പാഴ്ചെടികളും ഇടയിൽ വളരാറുണ്ട്. കാലത്തിൻ്റെ കൗതുകമാവാം, അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രഹേളികയാവാം. ഞാൻ ജീവിച്ച മണ്ണിൽ നിന്നും ഇന്നും നഗരത്തിൻ്റെ ഭൂവിൽ നഗരത്തിലെ ജീവിതചര്യകളുമായിട്ട് ഒത്തുചേർന്നപ്പോഴും എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ
ബഹുമതികളും ആദരവുകളും ഒക്കെ സന്തോഷം പകരുന്നവയാണ്. എങ്കിലും എന്നിലെ എന്നെ ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ എന്തുകൊണ്ടാണ് സാറിന് ഗർവ്വം തോന്നി, എനിക്ക് ഗർവ്വം തോന്നി എന്ന് ചോദിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല, ഇരിക്കാൻ സമയമില്ല, കിടക്കാൻ സമയമില്ല, തിരക്കോട് തിരക്കാണ്. 24 മണിക്കൂർ അവർക്ക് തികയുന്നില്ല എന്നതാണ് അവർ പറയുന്ന പ്രധാന ഘടകം. എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ എഴുതാനും വായിക്കാനും കുത്തിക്കുറിക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെ ഒരു പാതയിലൂടെയാണ് പോകുന്നത്. പിന്നെ ഇന്ന് മകൻ്റെ ഒരു കച്ചേരി നടക്കുമ്പോൾ അച്ഛന് അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരാനും കുറേയേറെ നേരം ചെലവഴിക്കാനും ഇടയായത്. ഈ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു രത്നച്ചുരുക്കം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. 5000 വാക്കുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിലും ഇതിൽ 7000-ൽ കൂടുതൽ വാക്കുകളുണ്ട്. അത്രമാത്രം സുദീർഘമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് അതിലെഴുതിയിട്ടുള്ളത്. പാഴ്വാക്കുകളൊന്നും ഇല്ല. ഓരോ വാക്കുകളും അർത്ഥവത്തായതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചിലത് നിങ്ങളോട് പറയാം. 1928 ഏപ്രിൽ 28 ആലപ്പുഴ കുട്ടനാട്ടിലെ കാവാലത്ത് ജനനം. കേരള സർവകലാശാലയിൽ നിന്നും BA-യും മദ്രാസ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദവും നേടി. 1964 അവതരിപ്പിച്ച സാക്ഷിയായിരുന്നു ആദ്യ നാടകം. 1974 തിരുവരങ്ങ് നാടക സംഘത്തിന് രൂപം നൽകി. 1975 അവനവൻ കടമ്പ രചിക്കുകയും പ്രശസ്ത സംവിധായകനായ അരവിന്ദൻ്റെ സംവിധാനത്തിൽ തിരുവരങ്ങ് കൂട്ടായ്മയിൽ അരങ്ങേറുകയും ചെയ്തു. കവി, ഗാനരചയിതാവ്, സോപാന സംഗീത പണ്ഡിതൻ, നാടക ഗവേഷകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തൻ. ദൈവത്താർ, സാക്ഷി, അവനവൻ കടമ്പ, തിരുവാഴിത്താൻ, നിരവധി രചനകൾ. 1978 രതിനിർവേദം എന്ന സിനിമയ്ക്ക് ഗാനമെഴുതിക്കൊണ്ടാണ് തുടക്കം. 1978-ലും 82-ലും ഗാനരചനയിനുള്ള സംസ്ഥാന അവാർഡ്. 2016 ജൂൺ 26 തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ. അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്നേഹം സമം കാവാലം നാരായണ പണിക്കർ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും നാടകരചനകളുമെല്ലാം റഷ്യ, ജർമ്മനി, അമേരിക്ക അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അപാരമായിട്ടുള്ള അറിവാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്ത് സംശയം അദ്ദേഹത്തിന് ചോദിച്ചാലും അതിനൊരു നിർവചനമുണ്ടാകും, നല്ലൊരു ക്ലാരിഫിക്കേഷൻ. പിന്നെ എത്ര നേരം സംസാരിച്ചിരുന്നാലും അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായതായി എനിക്കിതുവരെ അനുഭവപ്പെട്ടില്ല. ഞാനൊരു 8-10 തവണ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നടക്കാത്ത പോയ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ച് പറയുന്നത് ചിരിക്കും. നടക്കാതിരിക്കണം. നടക്കാതിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും ഊർജ്ജസ്വലനായി വീണ്ടും ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ചെയ്തതെല്ലാം നല്ലതല്ലേ, ഇനി എന്തിനു ചെയ്യുന്നു എന്ന് തോന്നുന്നു. അതേസമയം നല്ലൊരു വിമർശനം, എൻ്റെ സൃഷ്ടികളെപ്പറ്റി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അതൊക്കെ ഞാൻ സ്വാംശീകരിച്ച് എൻ്റേതായ ഭാഷ്യത്തിൽ ചിന്തിച്ച്
അതെല്ലാം തിരുത്തി ഞാൻ മുന്നോട്ട് പോകാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങളും നാടക സാങ്കേതികങ്ങളും സാങ്കേതികമായിട്ടുള്ള മികവും എല്ലാം ഉൾപ്പെടുത്താൻ എൻ്റെ സൃഷ്ടികളിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നാടകരചനയുടെ ഒരു വലിയൊരു കപ്പിത്താൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒരിക്കൽ പോലും അദ്ദേഹം മുഷിഞ്ഞോ അല്ലെങ്കിൽ ദേഷ്യത്തിലോ സംസാരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഘടകം. നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കും. നീ പറയുന്നതൊന്നും അത്ര ഇതല്ല, ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണ് എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല. ഏത് കൊച്ചു കുഞ്ഞു എന്ന് പറഞ്ഞാലും, ഏത് അറിവുള്ള പാണ്ഡിത്യമുള്ള ആരും പറഞ്ഞാലും അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിന്തയിൽ പറയും. അന്ന് ഞാൻ ഈ അവാർഡുകളൊക്കെ കാളിദാസ സമ്മാനം, അങ്ങനെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡുകളൊക്കെ കിട്ടിയപ്പോഴും വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരുപാട് അവാർഡുകളും ഒരുപാട് പൈസയൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ തല്ലുവോ എന്ന് ചോദിച്ചപ്പോൾ ആശ്രമത്തിൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞാൻ ഇതാ വരുന്നേ, ഇവനോടൊന്ന് സംസാരിച്ച് തീർന്നോട്ടെ. പക്ഷെ ഇത്രയും അവാർഡുകളും ഇത്രയും കാശും അത് കിട്ടിയപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്താത്തെന്താ? ഒന്ന് ചിരിച്ചു, ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ആദ്യത്തെ അവാർഡ് നിനക്ക് തന്നാൽ ഞാൻ സന്തോഷമായിട്ട് വാങ്ങിക്കും. നിനക്ക് എന്തിനു തരണം? നീ കവിയാണോ, അതാ നോവലിസ്റ്റാണ്, അതാ നാടകരചയിതയുമാണ്, തിരക്കഥാകൃത്താണ്? എന്താണ് നീ? എന്തടിസ്ഥാനത്തിൽ നിനക്ക് എൻ്റെ പേരിലുള്ള അവാർഡ് തരണം? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ എന്തെങ്കിലും ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ പരമാർത്ഥം. പിന്നെ ഞാൻ അങ്ങയോട് ഇത് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, കാലം കഴിയുമ്പോൾ ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തെ ഓർത്ത് ഒരു അവാർഡോ കാര്യങ്ങളോ ഏർപ്പെടുത്തിയാൽ അത് ലഭിക്കുന്നത് അർഹതപ്പെട്ടവനായിരിക്കണം. നീ എന്താ അതെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണല്ലോ പറഞ്ഞത്? അല്ല സാർ, അർഹതപ്പെട്ടവനെ കണ്ടെത്തി അത് നൽകുമ്പോൾ ആ അവാർഡ് നൽകുന്നവർക്കും ഒക്കെ വളരെ അധികം വിലയുണ്ടാകും എന്നാണ് എൻ്റെ പക്ഷം. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എടാ നാളെയൊന്നും ഞാൻ ചാവില്ലല്ലോ. ഞാൻ പറഞ്ഞു നാളെ ചാവണമെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെയല്ല. ലോകോത്തരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങയുടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ എത്രയോ പേർ അങ്ങയുടെ പാട്ടുകൾ ഇന്നും കേൾക്കുന്നു. ഒരു പുരുഷായുസ്സിൽ നേടാൻ കഴിയുന്നതിൽ ഏറെ അങ്ങ് നേടിക്കഴിഞ്ഞു എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എടാ, ആരാ ഇതൊക്കെ ചിന്തിക്കുന്നത്? ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ഒന്നിനെ പറ്റിയിട്ടും വ്യാകുലപ്പെടാറില്ല. എഴുതണമെന്ന് തോന്നുമ്പോൾ എഴുതും, ഉണ്ണണമെന്ന് തോന്നുമ്പോൾ ഉണ്ണും, ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങും. പിന്നെ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു കരസ്പർശം എന്നിലുണ്ട്, എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ തായ് വഴികളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കാരണവരെയും എല്ലാം ഞാൻ ഓർമ്മിക്കാറുണ്ട്. അവരെയൊക്കെ ബഹുമാനിക്കാറുണ്ട് മനസ്സുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാംശീകരണം, അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ സൃഷ്ടിയുടെ താളത്തിൽ നൃത്തം വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ രചനകൾ നടത്താറുള്ളത്. എന്തായാലും അവരെന്നെ കാത്ത് കുറേ നേരമായിട്ട് നിൽക്കുന്നു. നീ കച്ചേരി കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പുറകിലിരിക്കും. നമുക്ക് മുന്നിലിരിക്കാം. വേണ്ട സാർ, ഞാൻ ഓഡിറ്റോറിയത്തിൽ പുറകിൽ കാണും. കുറേ നേരം കേട്ടിട്ട് ഞാൻ പോകും. എന്തായാലും അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഏറെ കാലത്തിന് ശേഷം അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി കഴിയുന്നു. നിന്നോട് ചോദിക്കാൻ വിട്ടു, നിൻ്റെ ഭാര്യയും മകനുമൊക്കെ സുഖമായിരിക്കുന്നുവല്ലേ
അതെ സാർ, എന്തായാലും എൻ്റെ അന്വേഷണം പറയൂ, വരട്ടെ ശരവണ, വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുകൈയോട് പുറകിലിട്ട് അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരുമായി ഹാളിനകത്തേക്ക് കയറി. ഞാൻ പിൻവാതിലിലൂടെ ഞാനും കച്ചേരി കേൾക്കാനായിട്ട് കയറി. കച്ചേരി കേൾക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത, മകൻ്റെ നാദധാര അച്ഛൻ താഴെ ഇരുന്ന് കേൾക്കുന്നു, മകൻ ഉയരത്തിൽ പക്കമേളക്കാരോടൊപ്പം ഇരുന്ന് പാടുമ്പോൾ അച്ഛനേക്കാൾ ഉയരത്തിൽ മകൻ വളരുന്നു എന്ന് ചിന്തിച്ച് കാണുമോ എന്ന് എനിക്ക് തോന്നി. 3-4 കീർത്തനങ്ങൾ കേട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി മുന്നിലോട്ട് നടന്ന് പുറത്തേക്ക് തിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് ഒന്ന് തൊഴുതിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ശരി എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ട ആ നിമിഷങ്ങൾ. ഇന്ന് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും ആ വലിയ മനുഷ്യൻ, ആ വലിയ കവി, വലിയ എഴുത്തുകാരൻ, സ്നേഹത്തിൻ്റെ വാതായനം മലർക്കെ തുറക്കപ്പെട്ട ഒരു മനസ്സുള്ള ഒരു വലിയ വ്യക്തിത്വം, സഹൃദയുടെ മനസ്സിൽ എല്ലാ അർത്ഥതലത്തിലും ഒരു ദിവസം ഒരാളെങ്കിലും കാവാലം എന്ന വലിയ പ്രതിഭയുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.